എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യഹോവയാം ദൈവവും അള്ളാഹും ശിവനും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ ഒന്നല്ല, അത് മൂന്നാണ്. ഓക്കെ. എന്നാൽ ഈ മൂന്ന് മതങ്ങളുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഒന്നാണ്. അതായത് ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും എഴുതി വച്ചിരിക്കുന്ന സത്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതായത് മനുഷ്യൻ ഈ ലോകത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് നന്മ ചെയ്ത് ജീവിച്ച് ഒരു മരണാനന്തരം ഒരു നിത്യത, ഒരു സ്വർഗം, ഒരു മോക്ഷം ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് മതങ്ങളുടെയും അടിസ്ഥാന തത്വം. അതായത് ക്രിസ്ത്യൻസിൽ മോക്ഷമെന്നും ക്രിസ്ത്യൻസിൽ നിത്യതയെന്നും സ്വർഗമെന്നും പറയുന്നു, മുസ്ലിംസിൽ സ്വർഗമെന്ന് പറയുന്നു, ഹിന്ദുസിൻ്റെ അടുത്ത് എത്തിയാൽ അവരതിനെ മോക്ഷം എന്ന് പറയുന്നു. ഇതാണ് മൂന്ന് ഇതിനകത്തും പറഞ്ഞു വച്ചിരിക്കുന്ന തത്വം എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ നല്ല രീതിയിൽ ജീവിച്ച് നന്മ ചെയ്ത് മറ്റുള്ളവരോടുള്ള മനുഷ്യത്വത്തോടെ ജീവിച്ച് മരണാനന്തരം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യതയെക്കുറിച്ചാണ് മൂന്ന് മതങ്ങളും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മൂന്ന് മതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യത്വം, നന്മ, സത്യസന്ധത. ഇതാണ് മൂന്നിനകത്തും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഒരു സാമ്യം മൂന്ന് മതങ്ങളിലുമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ ജീവിക്കുവാൻ വേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സൗകര്യാർത്ഥം, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന രീതി അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഓരോരോ മതങ്ങളിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനകത്തെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയുണ്ട്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, പരസ്പരം സഹോദരങ്ങളാണ്. അത് ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാവരുടെയും സൃഷ്ടാവ് ഒന്ന് തന്നെ. എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് മതത്തിലും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ നമ്മുടെ ഇടയിലേക്ക് ഈ വർഗീയത കടന്നു വന്നത്? വർഗീയത കുത്തിത്തിരികി വെച്ചത് കുറേ വിവരമില്ലാത്ത കുറേ ആത്മീയ നേതാക്കന്മാരും, അതായത് മൂന്ന് മതത്തിലും പെട്ട വിവരമില്ലാത്ത കുറേ ആത്മീയ നേതാക്കന്മാരും കുറേ രാഷ്ട്രീയക്കാരും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ചില സ്വാർത്ഥത പൂർത്തീകരിക്കാൻ വേണ്ടി അവർ പല മനുഷ്യരുടെ ഇടയിലേക്ക് പല വിധത്തിലുള്ള വിഷം കുത്തിത്തിരികി മൂന്ന് കൂട്ടരെ മൂന്ന് തട്ടിലാക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഒരിക്കലും നമ്മൾക്കറിയാം, പഴയ കാലങ്ങളിലോട്ട് എടുത്തു നോക്കിയാൽ ഈ വർഗീയതയൊന്നുമില്ല. ഇത് എന്തുകൊണ്ടാണ് വർഗീയത ഇല്ലാത്തത്? കാരണം അന്നുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ദൈവത്തെക്കുറിച്ചും അവരുടെ ആ മതഗ്രന്ഥങ്ങളെക്കുറിച്ചും കുറേയും കൂടെ നല്ല അറിവുണ്ട്. എന്നാൽ ഇന്ന് ഉള്ള ആൾക്കാർക്ക് അത് വായിക്കാനൊന്നുമുള്ള സമയമില്ല. ഇന്ന് കുറേ വിവരമില്ലാത്ത ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അത് തലയിൽ കുത്തിത്തിരികി വെച്ചിട്ട് അതാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നടക്കുന്നത്. നമ്മൾക്കറിയാം, എല്ലാ മതം എടുത്താലും നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്, അതിനെ മോശമായി അല്ലെങ്കിൽ വികലമായി ചിത്രീകരിക്കുന്നവരുമുണ്ട്. ഈ വികലമായി ചിത്രീകരിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഈ പുഴുക്കുത്തിന് കാരണം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മൂന്ന് മതങ്ങളിലും പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായ നന്മയെക്കുറിച്ചുള്ള കാര്യമാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വർഗീയതയൊന്നും ഉണ്ടാകത്തില്ല. എല്ലാവരും പരസ്പരം മനുഷ്യന്മാരാണ്. പിന്നെ നമ്മൾക്കൊരു ആത്മീയ ജീവിതം എന്തായാലും വേണം. കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് നമ്മുടെ എല്ലാ സ്ട്രെസ്സുകളും മാറ്റി എല്ലാം നമ്മൾക്ക് ഒന്ന് ഒതുക്കി വെച്ച് ജീവിക്കുവാൻ ഒരു ദൈവം നമ്മൾക്ക് ആവശ്യം തന്നെയാണ്. അതിന് നമ്മൾക്ക് കംഫർട്ടബിളായ, നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. അതിലൊരിക്കലും നമ്മൾ മനുഷ്യനെ തരംതിരിച്ച് കാണേണ്ട കാര്യമില്ല. മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുക. കാരണം എല്ലാവർക്കും ഉള്ളത് രണ്ട് കണ്ണും ഒരു മൂക്കും രണ്ട് ചെവിയും ഒരു വായും, അതിനകത്ത് 32 പല്ല്, ഒരു നാക്ക്, പിന്നെ ബാക്കി അവയവങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ ചിലർ അംഗവൈകല്യമുള്ളവർ ആയിട്ട് ജനിക്കുന്നുണ്ട്, അവരെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയത്. അല്ലാതെ നോക്കിയാൽ നോർമൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ബ്ലഡിൻ്റെ കളറും ഒന്ന് തന്നെ. ഇനിയിപ്പോൾ വൈറ്റോ കറുപ്പോ അത് എല്ലാ മതത്തിലും പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം. ഓക്കെ, അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ പഠിച്ച ആ ഒരു സത്യം അറിഞ്ഞ് നമ്മൾ ജീവിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ചെന്ന്, അതായത് സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ചെന്ന് നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് പറയാം. അതവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരുടെ അടുത്തോട്ട് നമ്മുടെ മതവുമായിട്ട് ചെല്ലേണ്ട കാര്യമുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ കയറി അല്ലെങ്കിൽ ഇടിച്ചു കയറി മറ്റൊരാളുടെ അടുത്തോട്ട് അവരുടെ ഒരു സ്വസ്ഥതയെ കെടുത്തുന്ന വിധത്തിലൊന്നും മതപ്രചാരണങ്ങൾ നടത്തുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം ആത്യന്തികമായി നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ്?
മനുഷ്യത്വം, സമാധാനവും. ഇത് രണ്ടും നഷ്ടപ്പെടുന്ന ഒന്നിലോട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാതിരിക്കുക. നമ്മൾക്കും നഷ്ടമാകരുത്, മറ്റുള്ളവർക്കും നഷ്ടമാകരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു കൂട്ടരാണ് ഈ യുക്തിവാദികൾ എന്ന് പറയുന്നവർ. അവരുടെ കാര്യം എന്നാന്ന് വെച്ചാൽ അവർക്ക് കൈ നനയാതെ മീൻ പിടിക്കണം, അത്രയേ ഉള്ളൂ അവരുടെ കാര്യം. അതായത് അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൽ വിശ്വസിച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന നന്മ ചെയ്ത് അല്ലെങ്കിൽ മനുഷ്യത്വം കാണിച്ചൊക്കെ നമ്മൾ ജീവിക്കണം. ഈ രീതിയിൽ ജീവിക്കാൻ പറ്റാത്തവരാണ് യുക്തിവാദികളെന്നും പറഞ്ഞ് പോകുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം അവരുടെ വയറ്, അതായത് അവർക്ക് കുറേ കഴിക്കണം, അതിന് മറ്റുള്ളവരെ കരുവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യവും നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാ മതത്തിൻ്റെയും തത്വം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നന്നായി ജീവിക്കുക, ഒരു നിത്യത, ഒരു മോക്ഷം, ഒരു സ്വർഗം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.